സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ ഗായത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സഖിമാരിൽ ഭഗവാനെ ഏറെ പ്രിയം രാധാദേവിയോടാണ്, രാധാറാണിയോടാണ് ഭഗവാനെ ഏറെ ഇഷ്ടം. ആ ഇഷ്ടത്തിന്റെ പിന്നിൽ ഒരു വലിയ കാരണമുണ്ട്. ആ കാരണത്തെ മനസ്സിലാക്കി തരുന്ന ഒരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് അധികം താമസിപ്പിക്കാതെ കഥയിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് രാധാറാണിയോട് ഇത്രയും അധികം സ്നേഹം ഭഗവാന് എന്നുള്ളത് വൃന്ദാവനത്തിലെ പല ഗോപികമാരും ഭഗവാനോട് ചോദിച്ചിട്ടുണ്ട്. പലരും അതൊരു പരാതി പോലെയൊക്കെ ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഭഗവാനെ സ്നേഹിക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ ഭഗവാനെ അത്രയേറെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ രാധാറാണിയോട് മാത്രം, രാധാദേവിയോട് മാത്രം ഭഗവാൻ ഒരു പ്രത്യേകതരം ഇഷ്ടമാണ്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളത് പല ഗോപികമാരും ഭഗവാനോട് ചോദിച്ചിട്ടുണ്ട്. വൃന്ദാവനത്തില് 108 ഗോപികമാരുണ്ട്. ഈ 108 ഗോപികമാരിൽ തന്നെ 8 ഗോപികമാരാണ് ഏറ്റവും അധികം പ്രാധാന്യമേറിയ ആൾക്കാർ. അതിൽ 2 പേരാണ് നമ്മുടെ രാധാറാണിയും ചന്ദ്രവല്ലി എന്ന് പറയുന്ന മറ്റൊരു ഗോപികയും. ഇവർ രണ്ടുപേർക്കും വലിയൊരു പ്രാധാന്യം തന്നെയുണ്ട് ആ ഗോപികമാരുടെ ഒരു സംഘത്തില്. ഭഗവാനെ ഏറെ വേണ്ടപ്പെട്ട 2 ഗോപികമാരാണ് രാധാറാണിയും ചന്ദ്രവല്ലിയും. അതിൽ ഭഗവാനെ ഏറ്റവും അധികം സ്നേഹം, പ്രേമം എന്നൊക്കെ പറയുന്നത് നമ്മുടെ രാധാറാണിയോടാണ്, രാധാദേവിയോടാണ് അത്രയധികം സ്നേഹം. കാരണം ചന്ദ്രവല്ലിക്ക് കുറച്ചധികം ഒരു തലക്കനം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ ഒരു രീതിയിൽപ്പെട്ട ഒരു ഗോപികയാണ് ചന്ദ്രവല്ലി. കാണാൻ അതിസുന്ദരിയാണ്, വളരെ സുന്ദരിയാണ്. മറ്റ് അനേകം കലകളിലൊക്കെ നിപുണയാണ് ചന്ദ്രവല്ലി. അതിൻ്റെതായ രീതിയിലുള്ള ചെറിയ തലക്കനൊക്കെ ചന്ദ്രവല്ലിക്ക് ഉണ്ട്. മാത്രമല്ല ഗോപികമാരിൽ ഒരു കുറച്ചധികം ആൾക്കാർ നമ്മുടെ ചന്ദ്രവല്ലിയുടെ കൂട്ടുകാരിമാരാണ്, അതായത് ചന്ദ്രവല്ലിയുടെ പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ രാധാറാണി എന്ന് പറയുന്നത് പക്ഷേ അങ്ങനെയല്ല. രാധാദേവിക്ക് എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരോടും സ്നേഹമാണ്. ഭഗവാനോട് അത്രമേൽ സ്നേഹമാണ്, ഭഗവാനോടുള്ളൊരു ഭക്തി അങ്ങനെ അർപ്പിച്ച് ജീവിക്കുന്ന ഒരു ഗോപികയാണ് നമ്മുടെ രാധാദേവി. രാധാദേവിയുടെ പക്ഷത്താകട്ടെ ആകെ 2 ഗോപികമാർ മാത്രമേ ഉള്ളൂ. ആത്മമിത്രം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയായിരുന്നു ആ 2 ഗോപികമാരും. രാധാദേവിയുടെ ആ ഒരു ഭഗവാനോടുള്ള സ്നേഹം, ഭഗവാനോടുള്ള ഒരു പ്രേമം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവർക്ക് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ രാധാദേവിക്ക് അവർക്ക് രാധാദേവിയും വളരെയധികം ഇഷ്ടമാണ്. ഭഗവാൻ രാധാറാണിയോട് ഇത്രയും അധികം സ്നേഹവും പ്രേമവും ഒക്കെ പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ മറ്റു ഗോപികമാർക്ക് വളരെയധികം അസൂയ തോന്നാറുണ്ട്. അതിൽ ചന്ദ്രവല്ലിക്കാണ് ഏറ്റവും അധികം അസൂയ. ചന്ദ്രവല്ലി എപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഭഗവാൻ ഇത്രയും അധികം രാധാദേവിയോട് ഇത്രയും ഇഷ്ടം? കാരണം ഞങ്ങളും ഭഗവാനെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട്, ഭഗവാന്റെ സാന്നിധ്യം അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട്, ഭഗവാന് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും. എന്നിട്ടും എന്തുകൊണ്ടാണ് രാധാദേവിയോട് മാത്രം ഭഗവാൻ ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നത്, രാധാദേവിയോട് മാത്രം ഇത്രയും സ്നേഹം പ്രകടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ചന്ദ്രവല്ലിക്ക് വളരെയധികം മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ തീരുമാനിച്ചു ഈ ഒരു സംശയത്തിന് അറുതി വരുത്തണം എന്ന്. അപ്പോൾ ഭഗവാനോട് തന്നെ ഈ ഒരു സംശയം ചോദിക്കാം, എന്തുകൊണ്ടാണ് രാധാദേവിക്ക് ഇത്രയും അധികം പ്രാധാന്യമെന്ന് ഭഗവാനോട് തന്നെ ചോദിക്കാമെന്ന് അവരെല്ലാവരും തീരുമാനിച്ചു. അങ്ങനെ ഒരിക്കൽ ശ്രീകൃഷ്ണനും ചന്ദ്രവല്ലിയും മറ്റനേകം ഗോപികമാരെ കൊത്ത് വനത്തിനുള്ളിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അവരെല്ലാവരും അതിസുന്ദരിമാരായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അനേകം മധുര പലഹാരങ്ങളൊക്കെ അവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതായത് ഭഗവാനെ ഇങ്ങനെ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ഒത്തു കിട്ടുള്ളൂ, ഭഗവാനോട് സമയം ചെലവഴിക്കാനൊക്കെ വല്ലപ്പോഴൊക്കെ അവർക്ക് ഒരു അവസരം കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ഗോപികമാരും വളരെയധികം സന്തോഷത്തോടു കൂടെ തന്നെയാണ് ഭഗവാനോടൊത്ത് ഇരിക്കുന്നത്. അങ്ങനെ മെല്ലെ സമയവും സന്ദർഭവും ഒക്കെ അനുയോജ്യമായി വന്ന സമയത്ത് നമ്മുടെ ചന്ദ്രവല്ലി ഭഗവാനോട് മെല്ലെ കാര്യം അവതരിപ്പിക്കുന്നുണ്ട്. ഭഗവാനോട് ചന്ദ്രവല്ലി ചോദിക്കുകയാണ്, ഭഗവാനെ, ഞങ്ങൾക്ക് അങ്ങേ എത്രമേൽ ഇഷ്ടമാണ് എന്നുള്ളത് അങ്ങേക്ക് അറിയാമോ? അങ്ങയുടെ ഒരു സാന്നിധ്യം ഞങ്ങൾ എത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട്, ഞങ്ങൾ എത്രമേൽ കൊതിക്കുന്നുണ്ട് എന്ന് അങ്ങേക്ക് അറിയാമോ? അത്രയും ഇഷ്ടമാണ് ഞങ്ങൾക്ക്, അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും, അങ്ങനെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങളെക്കാൾ കൂടുതൽ രാധാദേവിയോട് അങ്ങേക്ക് ഇത്രയും അധികം സ്നേഹം, ഇത്രയും അധികം പ്രേമം? എന്തുകൊണ്ടാണ് അത്രയും സ്നേഹം? എന്ത് സവിശേഷതയാണ് രാധാദേവിയിലുള്ളത് ഞങ്ങളെക്കാൾ എന്ന് ചന്ദ്രവല്ലി ഭഗവാനോട് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഭഗവാന് അദ്ദേഹത്തിന്റെ ഭക്തരുടെ മനസ്സിലൂടെ പോകുന്ന ചിന്തകളടക്കം മനസ്സിലാക്കാനുള്ള വലിയ ശക്തിയുണ്ട്. അപ്പോൾ ഈ ഗോപികമാരും ചന്ദ്രവല്ലിയൊക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ഇരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു ഇവരെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പൊ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട്
പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഭഗവാൻ ഒരു ചെറു പുഞ്ചിരി തൂകിയാണ് ഇവരെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഇതൊക്കെ പറഞ്ഞതിന് അവസാനം ഭഗവാൻ എന്നത്തെയും എന്ന പോലെ തന്നെ ഒരു ചെറു പുഞ്ചിരി തൂകി ഇരിക്കുന്ന സ്ഥലത്തിൽ നിന്ന് എഴുന്നേറ്റ് മെല്ലെ ആ നദിക്കരയ്ക്ക് സമീപമായിട്ട് പോകുന്നുണ്ട്. നദിക്കരയിൽ എത്തുന്ന ഭഗവാൻ മുട്ടുകുത്തി അവിടെ ഇരുന്ന് അവിടെ ആ കരയിലൊക്കെ കിടക്കുന്ന കുറേ കല്ലുകളൊക്കെ ശേഖരിച്ച് ഗോപികമാരുടെ സമീപം വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് കുറേ ഗോപികമാർക്ക് ഓരോ കല്ലുകളായി കൊടുത്തു. കല്ലുകളാവട്ടെ എല്ലാം നനഞ്ഞ് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കുറേ നേരം കടന്ന് നനഞ്ഞ് നിൽക്കുന്ന കല്ലുകളാണ്. അപ്പൊ ഈ കല്ലുകളൊക്കെ ഗോപികമാരുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഭഗവാൻ. അപ്പോ ഭഗവാൻ ഈ ചെയ്യുന്നത് കണ്ട് വളരെയധികം അത്ഭുതം തോന്നുകയാണ് ഗോപികമാർക്ക്. അവരെല്ലാവരും ഇങ്ങനെ ചിന്തിക്കുകയാണ്, അതായത് ഞങ്ങൾ ഇത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രമേൽ പ്രാധാന്യമേറിയ ഒരു ചോദ്യം ചോദിക്കുന്നു, ഭഗവാൻ അതിന് ഉത്തരം തരാതെ എന്തോ ഒരു കല്ലൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞങ്ങളുടെ കയ്യിൽ തരുന്നു എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രവല്ലി ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഭഗവാനെ ഇങ്ങനെ ഞങ്ങൾ ചോദിച്ചതിന് ഞങ്ങളുടെ ആശങ്കയ്ക്ക് ഒരു ഉത്തരം നൽകൂ, ഞങ്ങൾ ഇങ്ങനെ ഇത്രയും അധികം പരീക്ഷിക്കല്ലേ ഭഗവാനെ എന്ന് ചന്ദ്രവല്ലി പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, നിൽക്കൂ, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യം നിങ്ങൾ എല്ലാവരും ഈ കല്ലുകൾ കയ്യിൽ പിടിക്കൂ. അങ്ങനെ ഭഗവാൻ പറയുന്നതിനനുസരിച്ച് ഈ കല്ലുകളൊക്കെ കയ്യിൽ പിടിക്കുന്നുണ്ട് നമ്മുടെ ഗോപികമാര്. അപ്പോഴും ഈ കല്ലൊക്കെ ഇങ്ങനെ വെള്ളം നനഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇനി ഈ കല്ലുകൾക്കുള്ളിൽ വെള്ളമുണ്ടോ എന്ന് പറയൂ എന്ന് പറഞ്ഞു. അതായത് ഈ കല്ലിന്റെ അകത്ത് വെള്ളമുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് ഭഗവാൻ പറഞ്ഞു. ഇത് കേൾക്കുന്ന ഗോപികമാർക്ക് ആകെ അത്ഭുതം തോന്നുകയാണ്. ഇത് എന്താണ് നമ്മുടെ ശ്രീകൃഷ്ണൻ പറയുന്നത്? അതായത് ഈ കല്ലിന്റെ അകത്ത് വെള്ളമോ? കല്ലിന് പുറത്ത് വേണമെങ്കിൽ വെള്ളമുണ്ടാവും, കാരണം ഇത്രയും നേരം ആ കല്ല് വെള്ളത്തിന്റെ ഉള്ളിലായിരുന്നു വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കല്ലിന്റെ പുറത്ത് വെള്ളമുണ്ട്, കല്ലിന്റെ അകത്ത് വെള്ളമില്ല എന്ന് അവരിങ്ങനെ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ എങ്കിലും ഭഗവാൻ പറഞ്ഞത് കൊണ്ട് അവർ ആ കല്ലിനെ ഉരയ്ക്കാനും പൊട്ടിച്ചു നോക്കാനൊക്കെ പല ഗോപികമാരും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ചിലരുടെയൊക്കെ കല്ലുകൾ പൊട്ടുന്നുണ്ട്. അങ്ങനെ ചന്ദ്രവല്ലി ഈ ഗോപികമാരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം ചന്ദ്രവല്ലി കണ്ണനോട് പറയുന്നുണ്ട്, എന്താ കണ്ണാ നീ പറയുന്നത്? കല്ലിന്റെ അകത്ത് എങ്ങനെയാണ് വെള്ളം ഉണ്ടാവുക? കല്ലിന്റെ പുറത്ത് വെള്ളമുണ്ട്, കല്ലിന്റെ അകത്ത് വെള്ളമില്ല കണ്ണാ എന്ന് ചന്ദ്രവല്ലി ഭഗവാനോട് പറയുന്നുണ്ട്. അപ്പൊ ഭഗവാൻ ഒരു ചെറു പുഞ്ചിരി തൂകി അവരോടായിട്ട് പറയുന്നുണ്ട്, ഈ നനഞ്ഞ കല്ലുകൾ പോലെയാണ് എൻ്റെ ചില ഭക്തർ. ഞാൻ അവർക്ക് സമീപമായി ഇരിക്കുന്ന സമയത്ത് അവർ എന്നെക്കുറിച്ച് വളരെയധികം നല്ല കാര്യങ്ങൾ സംസാരിക്കും, എൻ്റെ നാമസങ്കീർത്തനങ്ങൾ മൊഴിയാറുണ്ടാവും. പക്ഷേ ഞാൻ അവർക്ക് സമീപമില്ലെങ്കിൽ അവരെന്നെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല, അവരുടെ കർമ്മങ്ങളിൽ എന്നെ ഉൾപ്പെടുത്താറ് പോലും ഇല്ല. അതായത് പുറമേ ആ വ്യക്തിയെ കാണുന്ന സമയത്ത് അവർ വലിയ കൃഷ്ണഭക്തരായിരിക്കാം, പക്ഷേ അകത്ത് ഉള്ളുകൊണ്ട് അവർ ഭഗവാനെ കുറിച്ച് ചിന്തിക്കാറ് പോലും ഇല്ല എന്നതാണ് ഭഗവാൻ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളിൽ ചില ആൾക്കാരും ഈ ഒരു നനഞ്ഞ കല്ലുകൾ പോലെയാണ് എന്ന്. ഇത് കേൾക്കുന്ന ഗോപികമാരിൽ ചില ആൾക്കാർക്കൊക്കെ വളരെയധികം വിഷമം തോന്നി. ചിലരുടെയൊക്കെ മുഖം വല്ലാതെ വാടിപ്പോയി. അങ്ങനെ ഭഗവാൻ അവരോടൊത്ത് വീണ്ടും ഇരിക്കുകയാണ്, സംസാരിക്കുകയാണ്. അപ്പോൾ ഈ നേരത്തെ ഈ നദിക്കരയിൽ പോയി വളരെയധികം കുനിഞ്ഞിരുന്ന് ഈ കല്ലുകൾ പെറുക്കിയ സമയത്ത് ഭഗവാന്റെ ആ ഒരു മഞ്ഞപ്പട്ട് മുഴുവനായി നനഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ ആ ഗോപികമാരിൽ ചിലരൊക്കെ പറഞ്ഞു, ഭഗവാനെ അങ്ങയുടെ ഈ മഞ്ഞപ്പട്ട്, അതിവിശിഷ്ടമായ ഈ മഞ്ഞപ്പട്ടൊക്കെ നനഞ്ഞു കിടക്കുന്നു, അതങ്ങോട്ട് വിരിച്ചു വെച്ചോളൂ, നല്ല സൂര്യപ്രകാശം തട്ടി അതങ്ങോട്ട് ഉണങ്ങിപ്പോട്ടെ, ആ നനവ് അങ്ങോട്ട് പോട്ടെ എന്ന് ഭഗവാനോട് ചില ഗോപികമാർ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ എന്നത്തെയും പോലെ ചെറു പുഞ്ചിരി തൂകി അദ്ദേഹത്തിന്റെ മഞ്ഞപ്പട്ടൊക്കെ ഇങ്ങനെ മെല്ലെ വിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതായത് നിവർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഭഗവാൻ ഗോപികമാരോടൊത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, സമയം ചെലവഴിക്കുകയാണ്. അങ്ങനെ ഈ നനഞ്ഞ മഞ്ഞപ്പട്ട് ഇങ്ങനെ വിരിച്ചിരിക്കുകയാണ്. അപ്പോഴും അങ്ങനെ ഭഗവാൻ അവരോടായിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഈ നനഞ്ഞ മഞ്ഞപ്പട്ട് പോലെയാണ് എൻ്റെ മറ്റു ചില ഭക്തരെന്ന്. കാരണം അതിശക്തമായിട്ടുള്ളൊരു സൂര്യപ്രകാശം ഈ ഒരു മഞ്ഞപ്പട്ടിൻ്റെ മേലെ വരികയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ നനവൊക്കെ അത്രയും പെട്ടെന്ന് തന്നെ ആവിയായി പോവും. അതേപോലെയാണ് എൻ്റെ ചില ഭക്തർ. അതായത് ഭൗതിക ലോകത്തിലെ തിരക്കുകളും വിഷമങ്ങളും സന്തോഷവും സന്താപമൊക്കെ അവരുടെ ജീവിതത്തെ വളരെ ശക്തിയായി തന്നെ ബാധിക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നോടുള്ള ഭക്തിയും സ്നേഹവും ഒക്കെ ആവിയായി പോവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഭക്തര് ഭൂരിഭാഗമുണ്ട് എന്നോടൊത്ത്. ഇത് കേൾക്കുന്ന ചില ഗോപികമാർക്കൊക്കെ വളരെയധികം വിഷമം തോന്നുകയാണ്. മാത്രമല്ല അവർക്ക് വളരെയധികം അത്ഭുതം തോന്നുകയാണ്. ഭഗവാൻ അവരെ ഇത്രയേറെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നോ, അവരെ ഇത്രയും അധികം കരുതുന്നുണ്ടായിരുന്നോ എന്നൊക്കെ അവർ അറിയാതെ ചിന്തിച്ചു പോവുകയായിരുന്നു. അങ്ങനെ വീണ്ടും ഭഗവാൻ ഗോപികമാരോടൊത്ത് സമയം ചെലവഴിക്കാനായിട്ട് തുടങ്ങി.
ഇവരെല്ലാവരും ഇരിക്കുന്നത് ഒരു നദിയുടെ കരയിലാണല്ലോ. അപ്പോൾ ഒരു ചെറിയ പാത്രത്തിൽ അവർ ഭഗവാന് വേണ്ടിയുള്ള കുറേ മധുര പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ആ നദിയുടെ കരയിലാണ് വെച്ചിരുന്നത്. അങ്ങനെ നദിയിൽ നിന്നുള്ള വെള്ളം തട്ടി ആ ഒരു മധുര പലഹാരങ്ങളൊക്കെ നനഞ്ഞ് അലിഞ്ഞു പോയി കഴിഞ്ഞു. അപ്പോൾ ഭഗവാന് പലഹാരം എടുക്കാൻ വേണ്ടി ഭഗവാൻ നിൽക്കുന്ന സമയത്ത് കാണുന്നത് ആ ഒരു പാത്രത്തിൽ മുഴുവൻ വെള്ളമായിട്ട് ആ ഒരു പലഹാരവും വെള്ളവും ഒക്കെ കൂടെ കലർന്ന് അങ്ങനെ ഇരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഗോപികമാർ ഇത് കാണുന്നുണ്ട്. അപ്പോൾ അവരാകെ വിഷമത്തിലായോ. ഭഗവാൻ നല്ല ഇത്തിരി മധുര പലഹാരങ്ങൾ എടുക്കാനായിട്ട് പോയിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കാണ് ആ പലഹാരമൊക്കെ അങ്ങനെ നാശമായി പോയല്ലോ എന്നുള്ളൊരു തോന്നലായിരുന്നു അവരുടെ മനസ്സിൽ വന്നത്. അപ്പോൾ അതിലൊരു ഗോപിക പറഞ്ഞു, ഭഗവാനെ അത് എടുക്കണ്ട, ഞാൻ വേറെ പലഹാരം കൊണ്ടുവരാം, അത് എടുക്കണ്ട, അതങ്ങനെ ആ വെള്ളത്തിൽ അലിഞ്ഞു പോയി എന്ന് ഭഗവാനോടായിട്ട് പറഞ്ഞു. അപ്പൊ ഭഗവാൻ ഉടനെ ഒരു ചെറു പുഞ്ചിരി തൂക്കിയിട്ട് പറഞ്ഞു, ഇതാണ് രാധ. എനിക്ക് ഏറെ പ്രിയപ്പെട്ട എൻ്റെ ഭക്തരിൽ ചില ആൾക്കാരുണ്ട്. അവരവരുടെ സർവസ്വവും എന്നിൽ സമർപ്പിച്ചാണ് ജീവിക്കുന്നത്. അവരുടെ ആത്മാവ് പോലും എന്നിൽ അലിഞ്ഞു ചേരുന്നു. ഈ ഒരു മധുര പലഹാരം എങ്ങനെയാണോ ഈ ഒരു ജലത്തിൽ അലിഞ്ഞു ചേരുമ്പോൾ ആ പലഹാരത്തെ നമുക്ക് കാണാനായിട്ട് പോലും സാധിക്കുന്നില്ല, അതുപോലെയാണ് രാധ. രാധ അവളുടെ ആത്മാവടക്കം എന്നിൽ സമർപ്പിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് രാധയും കൃഷ്ണനും രണ്ടല്ല, ഒന്ന് തന്നെയാണ് എന്നാണ് അത്രയും ഗോപികമാരോടായിട്ട് ഭഗവാൻ പറയുന്നത്. നിങ്ങളിൽ ചിലർക്കെങ്കിലും എന്നോടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് ഒരു മത്സരം പോലെയാണ്. അതായത് ആർക്കാർക്കാണ് ജയിക്കേണ്ടത്, ആർക്കാണ് മുന്നിലെത്തേണ്ടത് എന്നുള്ളൊരു തോന്നലൊക്കെ മിക്ക ആൾക്കാരുടെയും മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ രാധയ്ക്ക് അങ്ങനെയല്ല. രാധയ്ക്ക് സമർപ്പണം മാത്രമാണ് എന്നോട്. സ്നേഹത്തിൻ്റെ ഒരു ധാര തന്നെയാണ് രാധ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവരേക്കാൾ സർവശ്രേഷ്ഠയാകുന്നത് രാധ. രാധയ്ക്ക് എന്നോടുള്ള സ്നേഹം എന്ന് പറയുന്നത് നിബന്ധനകളും അതിർവരമ്പുകളും ഇല്ലാത്ത സ്നേഹമാണ്. അത്രയും നിഷ്കളങ്കമായ സ്നേഹമാണ് രാധയ്ക്ക്. ഞാൻ എന്ത് തിരിച്ചു കൊടുക്കുന്നു എന്നത് രാധ ചിന്തിക്കുന്നത് പോലുമില്ല. എന്നിൽ എന്നും സമർപ്പിതമായി, എന്നും എന്നെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് രാധ അവളുടെ ജീവിതം ജീവിക്കുന്നത്. ഇത് കേൾക്കുന്ന ഗോപികമാർക്ക് വളരെയധികം ആശ്ചര്യം തോന്നുകയാണ്. ആദ്യം അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഭഗവാൻ ഇത്രയേറെ അവരെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്, അവരെ ശ്രദ്ധിക്കാറുണ്ട്, അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളെ കുറിച്ച് വളരെയധികം ബോധവാനാണ് ഭഗവാൻ എന്നുള്ളതൊക്കെ ഗോപികമാർക്ക് വളരെ നന്നായി മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഗോപികമാർക്ക് ഒന്നും തന്നെ ഭഗവാനോട് പറയാനില്ല. തല താഴ്ത്തി കുറേ പേര് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട് ഭഗവാനോട്. അങ്ങനെ ക്ഷമയൊക്കെ ചോദിച്ച് തല താഴ്ത്തി മിണ്ടാതെ ഇരിക്കുന്നുണ്ട് ഭഗവാന്റെ സമീപം. അവരോടായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, ഒട്ടും തന്നെ ഭയപ്പെടേണ്ടതോ അല്ലെങ്കിൽ വിഷമിക്കേണ്ടതോ ആയ ആവശ്യകതയില്ല. ഭക്തിക്കും സ്നേഹത്തിനുമൊക്കെ വിവിധ മുഖങ്ങളുണ്ട്. അതുകൊണ്ട് പല ആൾക്കാരും പല രീതിയിലാണ് എന്നെ കാണുന്നത്. എല്ലാവരുടെയും ഭക്തിയും സ്നേഹവും ഞാൻ എന്നും സ്വീകരിക്കുന്നതാണ് എന്ന്. ഇതാണ് രാധാദേവിയുടെ സവിശേഷത എന്ന് പറയുന്നത്. രാധാദേവിയുടെ ഭക്തി എന്ന് പറയുന്നത് വളരെ വിശിഷ്ടമായ ഒരു ഭക്തിയാണ്. പരകീയ ഭക്തി എന്നാണ് രാധാദേവിയുടെ ഭക്തിയെ പറയുന്നത്. അതായത് നമ്മളൊരു വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവിടെ കുറേ കണ്ടീഷൻസ് ഉണ്ട്, കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, കുറേ കാര്യങ്ങൾ നമ്മൾ ചിട്ടയോടുകൂടി കൊണ്ടുപോകണം, മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷേ രാധാദേവിയുടെ ഭക്തിക്ക് അങ്ങനെ യാതൊരു തരത്തിലുള്ള കണ്ടീഷൻസ് ഇല്ല. ഭഗവാൻ അടുത്തുള്ള സമയത്തും ഭഗവാൻ സമീപത്തില്ല സമയത്ത് പോലും രാധാദേവിക്ക് ഭഗവാനോട് അഗാധമായ സ്നേഹവും പ്രേമവും ഒക്കെയാണ്. ഭഗവാനിൽ നിന്ന് രാധാദേവി ഒന്നും തന്നെ തിരിച്ചു പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് രാധാദേവിയുടെ ഭക്തിക്ക് ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും ഭഗവാനോട് ആവശ്യപ്പെടും. ഈ ഭൗതിക ലോകത്തിലെ സുഖത്തിൽ നമ്മളെ ലയിച്ച് നമ്മുടെ ആവശ്യങ്ങൾ ഓരോന്നായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കും. പക്ഷേ രാധാദേവിയുടെ ഭക്തി എന്ന് പറയുന്നത് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി നിൽക്കുന്ന ഭക്തിയാണ്. ഭഗവാനോട് എന്നും സ്നേഹവും പ്രേമവും മാത്രമേ ഉള്ളൂ രാധാദേവിക്ക്. ഭഗവാനിൽ നിന്ന് ദേവി ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കഥ. എൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും നമ്മുടെ ചാനലിൽ ഒരുപാടധികം വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീകൃഷ്ണ.